ദൈവത്തിന്റെ കൃപ നിറയുന്നിടത്തും ദൈവത്തിന്റെ കൃപയുള്ള ഒരു ആത്മാവിന് മാത്രമാണ് ഈ ലോക ജീവിതത്തെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ രഹസ്യങ്ങളും വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങളും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധ്യമാകുക. പറ്റില്ല. അല്ലെങ്കിൽ അവൻ തിന്നും കുടിച്ചും ദൂർത്തടിച്ചും പാപം ചെയ്തും വ്യഭിചരിച്ചും മ്ലേച്ഛപാപങ്ങളിൽ വ്യാപരിച്ചും സ്വയം ഭോഗം ചെയ്തും ബ്ലൂഫിലും കണ്ടും തന്റെ ജീവിതത്തെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണല്ലോ വിചാരിക്കുന്നത്. ഇതല്ലല്ലോ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക എന്ന് വചനം പറയുന്നത്. എന്താണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നത്? ഈ ജീവിതം, ദൈവം കൊളുത്തിയ ഈ ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുക. ഈ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിന്റെ അവസാനം കണക്ക് ബോധിപ്പിക്കണമല്ലോ. കണക്ക് പുസ്തകം എടുക്കുമ്പോൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി കുറച്ച് വരുമ്പോൾ തമ്പുരാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതുപോലൊരു ജീവിതം നിനക്ക് തന്നില്ലേ? പാപം ഉപേക്ഷിക്കാനും പാപത്തെ ഓർത്ത് അനുഭവിക്കാനും കുമ്പസാരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാൻ വിശുദ്ധ കുർബാനയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ സകല ആത്മീയ കാര്യങ്ങളും ദൈവം ഒരുക്കിയിട്ട് ദൈവം ഇതുപോലൊരു ജീവിതത്തിന്റെ സകല സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് കാര്യസ്ഥതയുടെ കണക്ക് ചോദിക്കുമ്പോൾ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. എല്ലാം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ദൈവം തന്നിട്ടുണ്ട്.